ഒരു കേപ്പ് വെർദെയും വുസീനയും ഒരിക്കൽ കൂടി ആവർത്തിക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് സ്പെയിൻ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സൗദി അറേബ്യയെ നേരിടാനൊരുങ്ങിയത്. ഉറുഗ്വേയെ സമനിലയിൽ തളച്ചതിന്റെയും കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ചതിന്റെയും ആത്മവിശ്വാസത്തിൽ സൗദിയും. 4-1-2-1 ഫോർമേഷൻ. ആദ്യ 11-ൽ 4 മാറ്റങ്ങൾ. ഫെറാൻ ടോറസിനും ഫാബിയൻ റൂയിസിനും ഗാവിക്കും മാർക്കോസ് ലോറന്റെക്കും പകരമായി ലമീൻ യമാലും ഡാനി ഒൽമോയും അലക്സ് ബൈനയും പെഡ്രോ പോറയും. സ്പാനിഷ് കോച്ച് ഫുവന്റെ രണ്ടും കൽപ്പിച്ചായിരുന്നു. ആദ്യ 25 മിനിറ്റിൽ തന്നെ 3 ഗോളുകൾ നേടുന്നു. മിഡിലിൽ നിന്നുള്ള മുന്നേറ്റങ്ങൾക്ക് പകരം യമാലിലൂടെ വിങ് ഇരമ്പിയപ്പോൾ സൗദി ഗോൾമുഖം വിറച്ചു. കുക്രയെയും പെഡ്രോ പോറയും സൗദി ഡിഫൻസിനെ മുകളിലേക്ക് കയറി ബ്രേക്ക് ചെയ്തു. മത്സരത്തിൽ കംപ്ലീറ്റ് സ്പാനിഷ് ഡോമിനേഷൻ. ഫസ്റ്റ് ഹാഫ് ഒയർസബാൽ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇരട്ട ഗോളുകൾ. ഹാട്രിക് തികക്കാൻ അവസരമുണ്ടായിരുന്നു. കിട്ടിയ ശേഷിക്കുന്ന അവസരം കൂടി ഗോളായിരുന്നുവെങ്കിലോ നേരത്തെ പിൻവലിച്ചില്ലെങ്കിലോ അത് സംഭവിക്കുമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 30 മിനിറ്റ് വരെ പന്ത് കിട്ടാതെ നാണം കെട്ട ഒയർസബാൽ തൊട്ടടുത്ത 2ാം മത്സരത്തിൽ അതിന് പ്രായശ്ചിത്തം ചെയ്തു. കേപ്പ് വെർദെക്കെതിരെ 1966 ശേഷം ആദ്യമായാണ് ഒരു താരം 30 മിനിറ്റ് പന്ത് കിട്ടാതെ നിന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹം മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കി. ആദ്യ 25 മിനിറ്റിൽ 3 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി എന്നതായിരുന്നു അത്. 1966 ശേഷം ഇതാദ്യമായിട്ടാണ് ആദ്യ 25 മിനിറ്റിൽ 3 ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു താരം നടത്തുന്നത്. ഇരട്ട ഗോളിന് പുറമെ യമാൽ നേടിയ ആദ്യ ഗോൾ ഒയർസബാലിന്റെ അസിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ 13 മത്സരങ്ങളിൽ 21 ഗോൾ കോൺട്രിബ്യൂഷൻ. 2ാം ഹാഫിൽ യമാൽ, ഒയർസബാൽ എന്നിവരെ പിൻവലിച്ച് ഫെറാൻ ടോറസ്, പീനോ എന്നിവരെയും ഒൽമോയെയും ബൈനയെയും മാറ്റി നിക്കോ വില്യംസ്, മെറീനോ എന്നിവരെയും പെഡ്രിയെ മാറ്റി ഫാബിയാൻ റൂയിസിനെയും ഇറക്കിയതോടെ തന്റെ ബെഞ്ച് സ്ട്രെങ്തും ഫുവന്റെ കാണിച്ചു. സമനിലക്കളമായിരുന്ന ഗ്രൂപ്പ് എച്ചിൽ ആദ്യ ജയത്തോടെ സ്പെയിൻ ഒന്നാമത്. ഇനി ഈ സ്പെയിൻ കിരീടം കണ്ടേ അടങ്ങൂ. എതിരാളികൾക്ക് വാണിംഗ്.